പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസ്ഥലിൽ കടന്നു വരുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും കൂടി വരാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. ശുശ്രൂഷ സംബന്ധമായ യാത്രകൾക്കിടയിൽ പല സന്ദർഭങ്ങളിലും പ്രഭാത പ്രാർത്ഥനയ്ക്ക് പ്രവേശിച്ച് നിങ്ങളോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള എത്ര പേരുണ്ട് ഇന്ന്? പ്രൈസ്. ക്യാമറ ഓൺ ചെയ്യാൻ കുറേ പേരുണ്ടല്ലോ. എന്തോ പറ്റി? പതിവില്ലാതെ ക്യാമറയൊക്കെ വേഗത്തിൽ ഒന്ന് ഓൺ ചെയ്താട്ടെ. പ്രൈസ്. വിശേഷിച്ച് കഴിഞ്ഞ ദിവസം വളരെ സാന്ദർഭികമായി 2 ദിവസം സിംഗപ്പൂരിലായിരിക്കും കർത്താവ് അവസരം ഒരുക്കി. നേരത്തെ പറയാനൊന്നും കഴിഞ്ഞില്ല. സിംഗപ്പൂരിൽ വെച്ച് പരിചയപ്പെട്ട ഏതാനും സഹോദരങ്ങളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് പുറത്തുകൂടെ പോകുന്നതായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എങ്കിലും വളരെ പ്രിയപ്പെട്ടവരാണ്. അവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി, ഞാൻ അതും പേര് പറയുന്നില്ല, അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ടാണ് പേര് പറയാത്തത്. ദീർഘനാളുകളായിട്ട് നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളിലും ഓൺലൈൻ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരു സഹോദരി. മെഡിക്കൽ പ്രൊഫഷൻ അനുസരിച്ച് അദ്ദേഹം ഒരു ഡോക്ടറാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡെൻ്റൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ചെന്നപ്പോൾ നാക്കേലൊരു ചെറിയ അസ്വസ്ഥത ഫീൽ ചെയ്തു. ഒരു എരിവ് പോലെ ഫീൽ ചെയ്തു. ഇത് പറയുന്നുണ്ടെങ്കിൽ എരിവ് ഫീൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി നിൽക്കരുത്. പെട്ടെന്ന് താന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഒരു ബയോപ്സി ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. പെട്ടെന്ന് ബയോപ്സി റിസൾട്ട് ഇന്നലെ വൈകുന്നേരം എത്തി. ടങ്കയിലെ ക്യാൻസറാണ്. വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. 2 ദിവസത്തിനകത്ത് പെട്ടെന്ന് ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ മീറ്റിങ്ങിലുണ്ട്. ഒരു നിമിഷം ഒന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിംഗ് പെട്ടെന്ന് പ്രചാരം നേടാൻ കാരണമായി തീർന്നതിലൊന്ന് നമ്മുടെ മീറ്റിങ്ങിൽ നടന്ന രോഗസൗഖ്യങ്ങളാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു സൗഖ്യം ഇപ്പോൾ അയക്കണേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച്, ആരും അടങ്ങിയിരിക്കാതെ പ്രാർത്ഥിച്ച്. ആ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഷബാന ഹദിനിയ സദന. എല്ലാവരും പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒരു ആമേൻ സൗഖ്യം ആ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ രാവിലെ സഹോദരിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവസാനം ആ സഹോദരി ഒരു വാക്കിനോട് പറഞ്ഞു, പാസ്റ്റർ, ഇതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സ്തോത്രം. തൻ്റെ ആ വിശ്വാസം പോലെ അതിപ്പോൾ സംഭവിക്കേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വരേണ്ടതിന്, സൗഖ്യമാക്കാൻ കർത്താവിൻ്റെ കരം നീട്ടേണ്ടതിന് ജീസസ്. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ കർത്താവിന് നന്ദി പറഞ്ഞ് ഒരു രോഗസൗഖ്യത്തെ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുക. നാഥ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടി അങ്ങേക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് തൃക്കൈ നീട്ടി ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. തൻ്റെ ശരീരത്തിനകത്ത് ആ രോഗസൗഖ്യം കാണട്ടെ. ഞങ്ങളുടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ
ഞങ്ങൾ ഏകദേശം 120ഓളം ആളുകൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നു. സഹ്യോൻ മാളികയിൽ ഇരുന്നതുപോലെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ആ സഹോദരി ഇരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വന്ന് സൗഖ്യമാക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കയാൽ സ്തോത്രം. പ്രാർത്ഥന യാചനയും കേട്ടതിന് നന്ദി പറയുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്നാമേൻ പറഞ്ഞ എല്ലാവരും സ്തോത്രം. ക്യാമറ ഓൺ ചെയ്യാനുള്ളവർ ഇനിയും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഓൺ ചെയ്യുക. പുതുതായി പങ്കെടുക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞാനില്ലായിരുന്നല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ എണ്ണം കൊണ്ട് മനസ്സിലാകുന്നില്ല, കാരണം നമ്മുടെ ആൾക്കാർ ഇനിയും വരാനുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങളെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിജയ് പാസ്റ്റർ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നോർത്തിലാണ്. താൻ ബലത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. ദൈവമക്കളെ എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒട്ടും സമയം കളയുന്നില്ല. വർഷിപ്പ് ലീഡ് ചെയ്ത പേരൻസ് സിസ്റ്റർക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമ്മൾ തുടർച്ചയായിട്ട് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിലാണ് നമ്മുടെ ചിന്തകൾ നിൽക്കുന്നത്. അതിൽ 25ാമത്തെ അത്ഭുതം നമ്മൾ പഠിക്കാനായി പോവുകയാണ്. 24 അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചു വന്നു ഓൾറെഡി. 25ാമത്തെ അത്ഭുതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഒരു ചെറിയ മാറ്റം ഇന്ന് ഉള്ളത്, സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ആമേനും സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ ടൈപ്പ് ചെയ്തിടാൻ ചാറ്റ് ബോക്സിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഇന്ന് തൊട്ട് മാറ്റാൻ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സാധാരണ ചാറ്റ് ആമേനും സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ കൈ പൊക്കി അങ്ങ് ആമേൻ പറയുക. ഇതങ്ങനെ മാറ്റാനുള്ള കാരണം, നമ്മുടെ സുനിത സിസ്റ്റർ എല്ലാ ദിവസവും നമ്മൾ മലയാളത്തിൽ പറയുന്ന മെസ്സേജ് അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പം ഒരാളൊരു അഭിപ്രായം പറഞ്ഞു, ഫാസ്റ്ററെ നമ്മൾ ചിലത് കാണുന്നതിന് മുമ്പ് തന്നെ തുരുതുരാ ആമേനും ഹല്ലേലൂയയും വരുന്ന ഉടനെ അത് കാണാൻ പറ്റാതെ പോകുന്നു. കാരണം ഫോണിലൊക്കെ ആയിരിക്കും നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് ഓഫാക്കി ഇടാമെങ്കിൽ ഞങ്ങൾക്കത് മാത്രം കാണാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്നിട്ട് നിങ്ങൾക്ക് ആമേൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സിനകത്ത് തന്നെ എവരിവണ്ണം എന്നുള്ളത് അല്ലാതെ ഹോസ്റ്റിനും കോ ഹോസ്റ്റിനും ഒക്കെ സെലക്ട് ചെയ്ത് ആമേനൊക്കെ പറയാൻ പറ്റും. നമ്മുടെ അനുവിനെ സെലക്ട് ചെയ്യുക, ആമേനും ഹല്ലേലൂയയും പറയുക. ഓക്കെ, നിങ്ങൾ ഓരോ ആമേനും ഹല്ലേലൂയയും പറയുമ്പോൾ അനുവും ബലത്തോടെ സന്തോഷത്തോടെ UAE തിരിച്ച് കയറി വരാൻ വേണ്ടിയൊക്കെ റെഡിയായിട്ടിരിക്കുക. ഓക്കെ, അപ്പം അത് ചെയ്യുക, സഹകരിക്കുമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, 25ാം അത്ഭുതത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. സുജാൻഡി മർക്കോസിൻ്റെ സുവിശേഷം 8ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചു തരിക. മർക്കോസിൻ്റെ സുവിശേഷം 8ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി എല്ലാവരും കേൾക്ക്. വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. അവൻ ബെത്സൈദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രയെ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഓക്കെ, താങ്ക് യു. കേൾക്കട്ടെ. സുജയ്, ഇവിടെ നമ്മൾ കേൾക്കുന്ന ആ ഭാഗം ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മൾ ഈ സ്റ്റേജിൽ നടക്കുന്ന സൗഖ്യങ്ങളെക്കുറിച്ച് കാണാറില്ലേ? സ്റ്റേജിൽ നടക്കുന്ന സൗഖ്യങ്ങൾ, ഞാൻ അതിനെതിരല്ല കേട്ടോ. എവിടെ സൗഖ്യമായാലും സൗഖ്യമാണ് സന്തോഷം എനിക്ക്. പക്ഷേ സ്റ്റേജിലെ സൗഖ്യങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടല്ലേ. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ മിഷണറിമാരൊക്കെ US നിന്നൊക്കെ വരുമ്പോൾ ഒരു ചെവിയിൽ കൈയൊക്കെ ഇട്ടിട്ട് മറ്റേക്ക് വേണ്ടി കേൾക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചിന്തയായിട്ട് കിടപ്പുണ്ട്. നല്ലതാണ്, ദോഷമൊന്നുമില്ല, സൗഖ്യം ആകണമെന്നേ ഉള്ളൂ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സൗഖ്യങ്ങളൊന്നും അങ്ങനെ സ്റ്റേജ് മിറക്കിൾസ് അല്ലായിരുന്നു കൂടുതലും. അതിൽ സ്റ്റേജ് മിറക്കിൾ എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സൗഖ്യമാണ് ഇവിടെ എഴുതിയേക്കുന്നത് അല്ലേ. ആ 1ാം വാക്യം സുജാനി ഒന്നുകൂടെ വായിച്ചേ. 1ാം വാക്യം അവിടെ കിടപ്പുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ 1ാം വാക്യം. അവൻ ബെത്സൈദയിൽ എത്തിയപ്പോൾ
ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. കണ്ടോ, അവൻ ബേത്ശേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവനെ ഒന്ന് തൊടണമെന്ന് ആവശ്യപ്പെട്ടു, അപേക്ഷിച്ചു. ശ്രദ്ധിച്ചേ. ഇപ്പം ഞാൻ പറഞ്ഞത്, യേശു ബേത്ശേദ നിൽക്കുകയാണ്. ആ ബേത്ശേദ നിൽക്കുമ്പോൾ ഒരാളെ കൊണ്ടുവരികയാണ്. ഈ രോഗസൗഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഹീലിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിൽ വന്ന ഭയങ്കരമൊരു ചിന്ത, അസാധാരണമാകും വിധം ഈ സൗഖ്യത്തിൻ്റെ ഈ രോഗസൗഖ്യത്തിൻ്റെ അത്ഭുതത്തിനകത്ത് ഭയങ്കരമായ ആത്മീക പുരോഗതിക്കുള്ള ചിന്തകൾ കിടപ്പുണ്ട്. വായിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകും. സോ ഈ രോഗസൗഖ്യത്തിനകത്തൂടെ ആത്മീയ പുരോഗതിക്കെന്ന് പറയാൻ കഴിയുന്ന ചില വിഷയങ്ങളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവന്നത്. ഒന്നാമത്തെ ചിന്ത, യേശു ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ ഇവൻ ഓടി വന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സൗഖ്യമാക്കേണ്ടതിന് അവൻ്റെ കൈ കൊടുക്കുമ്പോൾ യേശു ചെയ്യുന്ന ആദ്യത്തെ കാര്യം, ജീസസ് took him out of the village before healing him. ശ്രദ്ധിച്ചേ, ആ വാക്യത്തിൽ അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. ശ്രദ്ധിക്കണേ, അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് ഊരിൻ്റെ പുറത്ത് കൊണ്ടുപോയി. ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു പാഠം ഇപ്രകാരം പറയാം. Sometimes God separates you from your familiar and comfortable environments before He changes your vision. നിന്റെ കാഴ്ചപ്പാടുകളെ തൊടുന്നതിനു മുമ്പ് പലപ്പോഴും പരിശുദ്ധാത്മാവ് നിന്നെ കൈക്ക് പിടിച്ച് ചില മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. ഇത് മനസ്സിലാകുന്ന എത്ര പേർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? നീ ചോദിച്ചില്ലേ, കർത്താവേ, ഈ ഏകാന്തത, ഡു ഐ റിയലി നീഡ് ഇറ്റ്? എനിക്കിത് ആവശ്യമായിരുന്നോ? ഓ ജീസസ്, ഐ ആം സോ മച്ച് കംഫർട്ടബിൾ എമംഗ് ദം. ആൻഡ് ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇവൻ കുരുടനല്ലേ, പരസഹായം ഇല്ലാതെ സ്തോത്രം നടക്കാൻ കഴിയാത്ത ആളല്ലേ, അല്ലേ നിയമ സിസ്റ്ററെ? പരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്ത ആളാ. സോ ഇതുവരെ നടത്തിക്കൊണ്ട് വന്നവൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ അവന് കുറച്ചുകൂടെ കംഫർട്ടബിൾ? സി, ഇതുവരെ അവൻ്റെ കൂടെ നിന്ന ആ ഒരു കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ അവൻ എപ്പോഴും കംഫർട്ടബിൾ? സംടൈംസ് നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത മേഖലകളിൽ പരിചയിച്ച അവരുടെ ഇടയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടുപോയെന്നവരാണ്. ചേർന്ന് എന്നും നിൽക്കണമെന്ന് നീ ആഗ്രഹിച്ച നിന്റെ കംഫർട്ടബിൾ സോണിനകത്ത് നിന്ന് യേശു നിന്നെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് വരാം. ഇന്നലെ വരെ നിനക്ക് സഹായമായിരുന്ന പലരും നിന്റെ കൂടെ ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ നീ പോയെന്ന് വരാം. എത്ര പേർക്ക് ആ അനുഭവം മനസ്സിലാകുന്നുണ്ട്? ജീസസ്. ആൻറ്റിയെ കാണുന്നു. ആൻറ്റി പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ ഇന്ന് പകലിൽ ഈ ഭാഗം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ നീ ആഗ്രഹിച്ച, നിനക്ക് ചുറ്റും കംഫർട്ടബിളായി പലരും ഇരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ പരിശുദ്ധാത്മാവ് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയ ഏകാന്തത അനുഭവിച്ചവരുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, നീ ഇന്നു വരെ കാണാത്ത ചിലത് കാണിക്കാൻ. കമോൺ. ഒരു പദം പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ഇടപെടുന്നല്ലോ. ഇതുവരെ നിനക്ക് കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ, പക്ഷേ നീ ചിലതിനെ കണ്ടറിയാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടും. ഇത് മരമാണെന്നും ഇത് മനുഷ്യനാണെന്നും ഓ ജീസസ് തൊട്ട് മാത്രം നോക്കി കേട്ട് കമൻട്രി കേട്ട് മനസ്സിലാക്കിയ നീ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അന്യൻ്റെ അല്ല, സ്വന്തം കണ്ണുകൊണ്ട് ചിലത് കാണത്തക്ക തരത്തിൽ. യെസ്,
ലോൺലിനെസ് ഷാൽ ലീഡ് യു ടുവേർഡ്സ് റെവലേഷൻസ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവർ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ സാഹചര്യം ഇപ്പോൾ വെളിപ്പെട്ടിറങ്ങി വരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ജീസസ്, ജീസസ്, നീ കടന്നു പോകുന്ന ആ സാഹചര്യം അത് നിസ്സാരമല്ല, അത് നിസ്സാരമല്ല. ഇതിൻ്റെ അപ്പുറം നീ കേട്ട് മാത്രം പരിചയ ചില മേഖലകൾക്കകത്തേക്ക്. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് പറഞ്ഞ് ആമേൻ പറയുന്നു. ആ വാക്ക് പറഞ്ഞ് ഞാൻ ആമേൻ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ പിയ സിസ്റ്ററെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദൂത് ഇടപെടുന്നു. കേട്ടു മാത്രം പരിചയിച്ചിട്ടുള്ള ചിലത് നിൻ്റെ കൺമുമ്പിൽ കാണുന്നത് പോലെ, നീ കേട്ടു പരിചയിച്ചിട്ടുള്ള ചില ലാൻഡുകൾ നിൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ എന്തോ ഒരു വലിയ ഭയങ്കര റീലൊക്കേഷൻ പ്ലാൻ നിൻ്റെ മേൽ കയറി വരുന്നൊരു കാഴ്ച ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്നു. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ലധാനമ്മ സെഖേമേരെ ഷെരേഠേനെ ഹൊസിയാധന. അസാധാരണമായ രീതിയിൽ നീ ഇന്നലകളിൽ കേട്ടത് ചിലത് കാണാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ കരങ്ങൾക്ക്, നിൻ്റെ കണ്ണുകൾക്ക് ബലം തരുന്നുവെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. അതിന് തയ്യാറായിക്കൊള്ളാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, അതിനാമേൻ പറഞ്ഞ ദൂത് സ്വീകരിക്കുക. സ്തോത്രം. സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മളെ നീട്ടിക്കൊണ്ടുപോകും. നമ്മുടെ കംഫർട്ടബിൾ സോണുകൾക്ക് പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്തിന്? ഒരു വലിയ വെളിപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. രണ്ടാമത്തെ ചിന്ത, 24 വാക്യത്തിൽ അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്ര എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു ഭാഗം അവനെ പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു എന്നൊരു ഭാഗമുണ്ട്. ഈ ഹീലിങ് യേശുവാണ് കൊടുക്കുന്നതെങ്കിൽ മോഡ് ഓഫ് ഹീലിങ്ങും യേശു തീരുമാനിക്കും. ഈ ഞാൻ വരച്ച ഫ്രെയിം വർക്കിനകത്ത് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നോ, ഹീ ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്. It will be completely and solely under his control. ഫാസ്റ്റ് എനിക്ക് ഓക്കെ തുപ്പാൻ പാടില്ല, പൊടൻ്റെ പാട്ടിനെന്ന് പറയാനേ ഓപ്ഷനുള്ളൂ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇനി ക്യാമറ ഓൺ ചെയ്തവരെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. സ്തോത്രം. എന്നാലും അല്ലാത്തവർക്കൂടെ ഉള്ള ദൂത. ഈ നമ്മൾ ചിന്തിക്കും, പിന്നെ തിമായിയുടെ മകനായ ബർത്തിമായിയുടെ കണ്ണ് തുപ്പിയില്ലല്ലോ. സത്യം സുജാന്റി ഞാൻ പറഞ്ഞു, തിമായിയുടെ മകൻ ബർത്തിമായി പുള്ളിയാണെങ്കിൽ നല്ല രീതിയിൽ എടുത്ത് കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവെക്കുമായിരുന്നു. യേശു പറഞ്ഞെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നു, അവനെ എടുത്തോടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ തുപ്പിയില്ല, സൗഖ്യമാവട്ടെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ സൗഖ്യം അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. പരാതി പറയാം ഈ പുള്ളി, എന്നോട് കാണിച്ചത് ശരിയാണോ, നെറുകേടല്ലേ, മറ്റാർക്കും ഇല്ല, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഇല്ലാത്ത ഈ സംഭവം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, യേശുവാണ് ചെയ്തതെങ്കിൽ, ഹലോ, യേശുവാണ് ചെയ്തതെങ്കിൽ യേശു ചെയ്യേണ്ട പോലെ ചെയ്യും. ആമേൻ. സുമസിസ്റ്ററെ, സുമസിസ്റ്റർ ഒന്നും വീണ് ടൈൽസിൻ്റെ ഒക്കെ ബലമൊക്കെ നോക്കി കാലെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുക. സ്തോത്രം. പ്രൈസല്ലോ. എന്നാ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ചെയ്യുന്നത് യേശുവിൻ്റെ യുണീക്ക് വേയിലായിരിക്കും. നിനക്ക് 100 കൂട്ടം ഐഡിയാസും ആശയവും പറയാൻ കാണും. പക്ഷേ ഇഫ് യു ആർ
ready to lean towards His will and His plan. സ്തോത്രം. എൻ്റെ ചിന്തയാണ് ചിലപ്പോൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് സനീഷ് ബ്രദറെ യേശുവിനെ വിളിച്ചുകൊണ്ട് യേശു ഈ കുഴലിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകാൻ കാരണം അവിടെ ഉടക്ക് പറയാൻ ആരെങ്കിലുമൊക്കെ കാണും. അല്ലെങ്കിൽ നമ്മൾ ഗുണപ്പെടുന്ന കാര്യത്തിൽ ഉടക്ക് പറയാൻ 100 പേര് കാണുമല്ലോ. മുടിയുന്ന കാര്യം വരുമ്പോൾ ആരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ സിസ്റ്ററെ? എലിയാമ്മ ആൻറ്റി കണ്ടിട്ടുണ്ടോ? നമ്മൾ മുടിയാൻ തുടങ്ങുന്ന സമയത്ത് ഒരുത്തം പോലും കമൻട്രി പറയാൻ വരത്തില്ല. നമ്മളൊരു ഗുണപ്പെടുന്ന സീസൺ വന്നാൽ ആരെങ്കിലും കാണും ഉടക്ക് പറയാൻ. അതുകൊണ്ടായിരിക്കണം യേശു വിളിച്ച് നീട്ടിക്കൊണ്ടൊക്കെ പുറത്തോട്ട് പോയത്. ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? യേശു എനിക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടി ചെയ്യാത്ത വ്യത്യസ്തമായ ഒന്നായിരിക്കും എന്ന് വിശ്വാസത്തോടെ ആമേൻ പറയാൻ പറ്റുന്നവരുണ്ട്. യേശു എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നത് വേറെ ആർക്കും വേണ്ടി ചെയ്യാത്ത, വേറെ ഒരിടത്തും കാണാത്ത, ഇനിവേ ബൈബിളിലുള്ള വാക്യത്തോടു കൂടെ ഇച്ചിരി ചേർത്താണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അങ്ങനല്ല വാക്യം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സ്നേഹിക്കപ്പെട്ടവർക്ക് നൽകുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത്, അങ്ങനല്ല വാക്യം. എന്നാലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. ഇത് പറയുമ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ഓർത്തോണം, ആർക്കും കിട്ടാത്ത തുപ്പലായിരിക്കും നിനക്ക് കർത്താവ് പ്ലാൻ ചെയ്യുന്നത്. പിണങ്ങിയോ എല്ലാവരും? പണ്ടൊരാൾ പറഞ്ഞു, ആരും കയറിട്ടില്ലാത്ത വാഹനത്തെ നീ കയറും, ആരും പാർക്കാത്തിടത്ത് നീ പാർക്കും. അപ്പം പുള്ളി ഭയങ്കര ഹാപ്പിയായി. ആ പോകുന്ന വഴിക്ക് വണ്ടി ചെറുതായിട്ടും തട്ടി, ആംബുലൻസ് വന്നു, പുള്ളി ആംബുലൻസെ കയറ്റി. ജീവിതത്തിൽ വരെ കയറാത്ത വാഹനമായിരുന്നു. ഈ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ കേൾക്കുന്ന ദൂതുകളെ നമ്മൾ അങ്ങ് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ പ്ലാനിൽ കൊണ്ടുവരുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് ലോർഡ് ഐ ആം കംപ്ലീറ്റ്ലി സബ്മിറ്റിംഗ് മൈസെൽഫ് ടു യുവർ വിൽ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യേശുവിൻ നാമത്തിൽ ഞാൻ ആ വാക്ക് പറഞ്ഞ് ഇന്ന് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. നാളെയും ഇതിൻ്റെ 2ാം ഭാഗം നമ്മൾ തുടരും. സ്തോത്രം. കാരണം നാളെ ഞായറാഴ്ചയാണെന്ന് എനിക്കറിയാം. തിങ്കളാഴ്ച നമ്മൾ ഈ ഭാഗം തുടരും. സ്തോത്രം. നോട്ടക്കിട്ട ഞായറാഴ്ചയും കയറാൻ പറ്റുമെങ്കിൽ ഞായറാഴ്ചയും കയറാം. അല്ലെങ്കിൽ മറ്റ് ദൈവാസന്മാരെ ആരെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയ് പാസ്റ്ററോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. പക്ഷേ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. കാരണം സമയം വേഗത്തിൽ പോയല്ലോ, 2 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഒരു വാക്ക്, മറ്റാരും അനുഭവിക്കാത്ത ഒരു വഴിയിലൂടെ സ്വർഗം നിൻ്റെ കാര്യത്തെ ഡീൽ ചെയ്യും. അതിനെ അങ്ങനെ ചിന്തിച്ചേ. ആർക്കും, നിൻ്റെ കൊളീഗ്സ് ആരും കേൾക്കാത്ത രീതിയിൽ, നിൻ്റെ ഫ്രണ്ട്സ് ആരും കേൾക്കാത്ത രീതിയിൽ, നിൻ്റെ ചർച്ചിൽ ആരും കേൾക്കാത്ത രീതിയിൽ, ആ കമ്മ്യൂണിറ്റിയിൽ ആരും കേൾക്കാത്ത രീതിയിൽ സ്വർഗം നിൻ്റെ വിഷയത്തെ ഡീൽ ചെയ്യും. നിൻ്റെ തലമുറയുടെ വിഷയത്തെ സ്വർഗം ഡീൽ ചെയ്യും. കമോൺ, സംബഡി ഷൗട്ട് ആമേൻ. റാംസെ ഖെമേനിയ റോട്ടേനിയാദന. കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വിഷയം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ലെറ്റ് ദെയർ ഡെലിവറൻസ് കം ഇൻ എ യുണീക്ക് വേ. ഇതുവരെ ആർക്കും അനുഭവിക്കാത്തതുപോലെ, ആരും കാണാത്തതുപോലെ, ആരും അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ദൈവവുമായിട്ട് വളരെ ഇടപഴകുകയുള്ള, വിച്ച് ഇസ് ക്വയറ്റ് ഇൻ പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ്, യേശുവുമായിട്ട് അങ്ങ് അടുത്തുള്ള ജുരാധകമസ്യാധന ഒരു ഹീലിംഗ് സംഭവിക്കട്ടെ. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു രോഗത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങിയത്, ഒരു ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആരും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു ഹീലിംഗ് ഇപ്പോൾ അനുഭവിക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ആമേൻ. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞേ. ജീസസ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഇതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മെസ്സേജിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് നമ്മുടെ ലിങ്ക് ഗ്രൂപ്പിലിടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ പ്രത്യേകം പറയണം, നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഈ സന്ദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഇതിനു മുമ്പുള്ള ശക്തമായ ആരാധനകളും നമുക്ക് ഇന്ന് റിൻസിസ്റ്റർ വർഷിപ്പ് ചെയ്തു. അടുത്ത ദിവസം റിൻസിസ്റ്റർ വർഷിപ്പ് ചെയ്യാത്ത ദിവസങ്ങളിൽ ബിജോയ് പാസ്റ്റർ പ്രൊഫറ്റിക്കൽ സെഷനുമായിട്ട് വരും. താൻ പറയുന്ന വാക്കുകളും പറയുന്ന വചനങ്ങളും എല്ലാം പ്രാവചനികമായിരിക്കും. ഓക്കെ.
സോ അതിന് മുമ്പ് ഇൻ്റർസെസറി പ്രെയർ അനുവിൻ്റെ ഉണ്ട്. സോ ഇതിന് വന്ന് സൂമിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരോടും പറയുക. സന്ദേശം മാത്രം ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കുക. നമ്മൾ ഈ സന്ദേശം കുറച്ച് സെക്കുലറായിട്ടൂടെ ചെല്ലാൻ പറ്റുന്ന പോലെയാണ് പറയുന്നത്. സാധാരണ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ നമ്മളിങ്ങനെ സ്പിരിച്വൽ തലത്തിൽ ഭയങ്കര തീയായിട്ട് നിന്ന് പറയുന്നത് പോലെയല്ല. ഇതിൻ്റെ ഉദ്ദേശം വിശ്വാസികളല്ലാത്ത ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സുജയാൻ്റിയൊക്കെ ഒത്തിരി പേരുടെയൊക്കെ ഇത് എത്തിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. സോ നിങ്ങളുടെ വിശ്വാസികളല്ലാത്ത സഹോദരങ്ങളിലേക്കൂടെ ഈ മെസ്സേജ് എത്തിക്കുക. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന നേരത്തെ നമ്മുടെ ചർച്ചിൽ പറഞ്ഞിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ അത് ദൈവം അനുവദിച്ചാൽ അതിൻ്റെ വൈകുന്നേരത്തെ സെഷനായിരിക്കും. നമുക്ക് സൂമിലൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ കടന്നു വരിക. കർത്താവെ, നല്ല സമയത്തിന് സ്തോത്രം. ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത സകലരെയും രക്തത്തിൻ്റെ മറവിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, അങ്ങയുടെ കരം ഇവരുടെ മേൽ വെളിപ്പെടണമേ. ഞങ്ങൾ കേട്ടതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഇന്ന് കാണാൻ കർത്താവ് ഇടയാക്കണമേ. മറ്റാരും അനുഭവിക്കാത്ത ഏകാന്തതയിലൂടെ കടത്തിക്കൊണ്ടുപോയെങ്കിൽ മറ്റാരെയും ആർക്കും നൽകിയിട്ടില്ലാത്തതുപോലത്തെ ഒരു വ്യത്യസ്ത സൗഖ്യത്തെ കർത്താവ് നൽകണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. അത് യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.